ആ പോട്ടെ, എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെ നടന്നു. ഇനിയിപ്പൊ ഞാൻ പോയി പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നിരുന്നു അഖില ചേച്ചി തൽക്കാലം അറിയണ്ട. അറിഞ്ഞാ ഞാനും കൂടി ഇതിന് കൂട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അതിനാവും പിന്നെ. ആ ഞാനിറങ്ങാം. ബ്രോ, ഇളയമ്മ പറഞ്ഞോന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അറിയാലോ ഇളയമ്മയുടെ സ്വഭാവം. എന്തു പറ്റിയില്ലേ? രാജീവിനെ കുറിച്ച് ആലോചന ടെൻഷൻ. ദേ, രാജീവ് ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. ഇന്ന് ഡിസ്ചാർജ് ആവും. നൗ ഹീസ് ഓൾ റൈറ്റ്. വീട്ടിൽ ചെല്ലുമ്പോ മാഡത്തിന്റെ മുഖത്ത് ഞാൻ എങ്ങനെയാ നോക്കുക? അതോർക്കുമ്പോ കൈയും കാലും വിറയ്ക്കുക. ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങി പോയാലോ എന്നാ ഞാൻ വിചാരിക്കണേ. കല്യാണി, ഒരു പ്രശ്നവും. ആകെ പേടി ഇളയമ്മ അമ്മയോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതുണ്ടാവില്ലെന്ന് ഇളയമ്മ എന്നെ വാക്ക് തന്നിട്ടല്ലേ പോയത്. കല്യാണി, നിന്നെ പോലെ തന്നെ എന്റെ മനസ്സിലുണ്ട് സങ്കടവും കുറ്റബോധവും ഒക്കെ. സാഹചര്യമോ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. അമ്മയോടെല്ലാം തുറന്നു പറയാം, പക്ഷേ ഉടനെ വേണ്ട, സമയം വരട്ടെ. കല്യാണി, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബിസിനസിന് വേണ്ടി ഒരു ഡെമോ ഷൂട്ട് നടന്നു, അത്ര തന്നെ. അതിന് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം രണ്ടുപേരും പോയി ഡ്രസ് മാറ്റും. ബ്രോവാ വടാ. ബ്രോ, സംഗതി ടെൻഷൻ മോഡാണല്ലോ. തൃച്ചംബര തകിലാണ്ട് ഇച്ചിരി കട്ട വെയിറ്റിംഗ്. തോക്ക് കയ്യിലുണ്ടോന്ന് അറിയില്ല. ഏതായാലും ഇളയമ്മയല്ല അമ്മയോട് പറഞ്ഞു തീർച്ചയായും. ഇവരവിടെ കെട്ടിയൊരുങ്ങി വന്നപ്പോഴേ എനിക്ക് തോന്നി കുളം കലക്കി മീൻ പിടിക്കുന്നു. സാരമില്ലെന്നേ, നമ്മളൊന്നും ബോധപൂർവം ചെയ്തല്ലോ. എന്തായാലും നമുക്കിത് ഫേസ് ചെയ്തേ പറ്റും. കമോൺ, വാ. ഇവരവിടെ കെട്ടിയൊരുങ്ങി വന്നപ്പോഴേ എനിക്ക് തോന്നി കുളം കലക്കി മീൻ പിടിക്കുന്നു. സാരമില്ലെന്നേ, നമ്മളൊന്നും ബോധപൂർവം ചെയ്തല്ലോ. എന്തായാലും നമുക്കിത് ഫേസ് ചെയ്തേ പറ്റും. കമോൺ, വാ. ചേച്ചി, അവര് വന്നു. നിക്കവിടെ.
എങ്ങോട്ടാ? അവിടെ നടന്നതൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അമ്മേ, അതല്ല. സ്റ്റോപ്പ് ഇറ്റ്. മതി. ഇനി നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. ഇന്നു മുതൽ ഞാൻ നിന്റെ അമ്മയല്ല, നീ എന്റെ മകനും. എന്റെ രണ്ടാൺമക്കളിൽ ഇളയവൻ. അവൻ തലയെടുത്ത് തുടങ്ങിയപ്പോഴേ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കാറ്റിൽ പറത്തി തുടങ്ങി. പലപ്പോഴും നാട്ടുകാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മൂത്ത മകൻ ആനന്ദിനെ കുറിച്ച് എനിക്ക് അഭിമാനമായിരുന്നു. നാളെ തൃച്ചംബരത്തിന്റെ ഗൃഹനാഥനാകേണ്ടയാൾ എന്ന പരിഗണനയും റെസ്പെക്റ്റും വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തോടെ അത് തീർന്നു കിട്ടി. അമ്മേ, ആ സാഹചര്യത്തിൽ ആരായാലും മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. നെറികേട് കാട്ടിയിട്ട് സാഹചര്യങ്ങളെ പഴി പറയുന്നവന്മാരോട് ഈ അഖിലാണ്ടേശ്വരിക്ക് പുച്ഛം മാത്രം. അമ്മ, ബ്രോയുടെ കയ്യിലൊരു തെറ്റുമില്ല. എല്ലാത്തിനും കാരണം ഞാനാ. കല്യാണിയും ബ്രോയും സമ്മതമല്ലെന്ന് ഒരുപാട് പറഞ്ഞതാ. ഞാനാ ബ്രോയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത്. ഒരു പ്രോജക്റ്റ് കിട്ടുന്ന കാര്യമില്ലെന്ന് കരുതി. പ്രോജക്റ്റ് അന്തസ്സും അഭിമാനവും എന്തെന്നറിഞ്ഞുകൂടാത്ത, എന്തിന് സ്വന്തം കാര്യം പോലും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത നിന്റെ വാക്ക് കേട്ട് ചെയ്തു പോലും. ഞാനിത് വിശ്വസിക്കണോ അല്ലേടാ? അതല്ലമ്മേ. അമ്മയോട് അനുവാദം ചോദിക്കാൻ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ കമലയാ ഫോൺ എടുത്തത്. അമ്മ തലവേദന കാരണം ഗുളിക കഴിച്ച് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അതാ പിന്നെ. ഞാൻ ഉറക്കത്തിലാണെന്നല്ലേ കമല പറഞ്ഞത്? അല്ലാതെ ചത്തും മണ്ണടിഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഏത് ഡെമോ കല്യാണം ഷൂട്ട് ചെയ്താലും കല്യാണിയുടെ കഴുത്തിൽ രാജീവ് മാത്രമേ താലി കെട്ടാൻ പാടുള്ളൂന്ന് ഞാൻ തീർത്തും പറഞ്ഞിരുന്നു. എന്നിട്ടും എന്റെ വാക്ക് ധിക്കരിച്ച് നെറുകേട് കാണിച്ചിട്ട് വന്ന് ന്യായം പറയുന്നു. സോറി അമ്മ, ഞാൻ പറഞ്ഞല്ലോ, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാ. അതിനെന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ വാങ്ങിക്കോളാം. പക്ഷെ പാവം ബ്രോയും കല്യാണി വിട്ടേക്ക് പ്ലീസ് അമ്മ. വേണ്ട. എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ അമ്മ അരുതെന്ന് പറഞ്ഞൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത്. അതിന്റെ ശിക്ഷ അർഹിക്കുന്നത് ഞാൻ അനുഭവിച്ചോളാം. ഇല്ല ബ്രോ, അത് ഞാൻ സമ്മതിക്കില്ല. ബ്രോയെ ഞാൻ ആ കമ്പൽ ചെയ്ത് മണ്ഡപത്തിൽ കയറ്റിയത്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ എന്റെ കുറ്റം ഏറ്റെടുക്കാൻ നിൽക്കണ്ട. തെറ്റ് ചെയ്തത് ഞാനാ. അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കും. മതി, നിർത്ത്. കല്യാണിയോട് നിങ്ങൾ ചെയ്ത ഈ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടത് നിങ്ങളല്ല. നിങ്ങളെ പ്രസവിച്ച ആ കുറ്റത്തിന് ഞാൻ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാനാ എന്റെ തീരുമാനം. എന്തായി കാണിക്കുന്നേ? മാഡം വേണ്ട ചേച്ചി. അറിയല്ലോ, എനിക്കെന്റെ ജീവൻ ആനന്ദ്. അവൻ എന്റെ വാക്ക് എപ്പോ ധിക്കരിച്ചോ അപ്പോ ആ നിമിഷം ഈ അഖിലാണ്ടേശ്വരി ഓൾറെഡി മരിച്ചു. ഇപ്പൊ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് അഖിലാണ്ടേശ്വരിയുടെ ശവമാ, വെറും ശവം. ചേച്ചി ചേച്ചി മാഡം. കല്യാണി
കല്യാണി എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ. എന്നാ പിന്നെ ടെൻഷൻ അടിപ്പിക്കാതെ മിണ്ടാ നിൽക്ക്. അമ്മ ഇപ്പൊ വരും. ബ്രോ, അമ്മ വരുന്നുണ്ട്. ബ്രോയുടെ മുഖത്ത് ആ ടെൻഷൻ മാറ്റി ചിരിച്ചോണ്ട് വേണം നിൽക്കാൻ. വെറുതെ അമ്മയ്ക്ക് സംശയം കൊടുക്കരുത് പ്ലീസ്. ആനന്ദേ, ഷൂട്ടൊക്കെ നന്നായിട്ട് നടന്നില്ലേ? നന്നായിട്ട് നടന്നമ്മേ. പക്ഷേ ആനന്ദിന്റെ മുഖത്തെന്താ ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ. ഏയ് ഒന്നുമില്ലമ്മേ, ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആണ്. പ്രൊജക്ട് ഓക്കെ ആവും. ക്ലയന്റ് ഓക്കെ, ആർ യു സാറ്റിസ്ഫൈഡ്? അതാ എന്റെ സംശയം. ഓക്കെ ആണമ്മേ, കുഴപ്പമൊന്നുമില്ല. നിന്റെ സംസാരത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ കണ്ണുകളിൽ അതിന്റെ തൃപ്തിയില്ല. ഓരോ പുതിയ പ്രോജക്റ്റ് കിട്ടുമ്പോഴും എന്റെ മകന്റെ കണ്ണുകളിൽ കാണുന്ന ആ ഒരു തിളക്കം ഇന്നമ്മ കണ്ടില്ല. അതാ ചോദിച്ച്. ഓക്കെ, ലീവ് ഇറ്റ്. പ്രോജക്റ്റ് സൈൻ ചെയ്തില്ലേ? ആ ചെയ്തമ്മേ. ആനന്ദേ, അവിടെ നടന്ന ഒരു പ്രധാന കാര്യം നീ ചേച്ചിയോട് പറഞ്ഞായിരുന്നോ? ചേച്ചിയുടെ മുഖം കണ്ടിട്ട് അത് അറിഞ്ഞ മട്ടില്ലല്ലോ. എന്ത് കാര്യം? ആ, അപ്പൊ ചേച്ചി അറിഞ്ഞിട്ടില്ല? ആനന്ദേ, ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? നീ പറയുന്നോ അതോ ഞാൻ തന്നെ പറയണോ ഇനി? ശരി, നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഇനിയിപ്പൊ ഞാൻ തന്നെ പറയാം. വേറൊന്നും അല്ല ചേച്ചി, ആ സായിപ്പിന്റെ മുന്നിലേ കല്യാണി കല്യാണി മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടാൻ താലി കെട്ട് കഴിഞ്ഞിട്ട് കല്യാണി ഇംഗ്ലീഷിലൊരു പ്രസംഗം നടത്തി. മൈ ഗോഡ്, പ്രസംഗം ഉണ്ടായിരുന്നു? അതിന് കല്യാണിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനൊക്കെ അറിയൂ? അതമ്മ ബ്രോ പറഞ്ഞു കൊടുത്ത് മലയാളത്തിൽ എഴുതി കാണാതെ പഠിച്ച് അവതരിപ്പിച്ചതാ. ഗുഡ്. പക്ഷേ എനിക്കൊരു ഡൗട്ട്. നീ ഈ വീട്ടിലല്ലായിരുന്നു, പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞു?
അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി. പക്ഷേ കുറച്ചു മുമ്പ് അനിയൻകുട്ടനെ പുറത്തു വെച്ച് ഞാൻ കണ്ടു. അവനാ അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. ഓ അത് ശരി. എല്ലാവർക്കും ഷൂട്ടിന്റെ ക്ഷീണം കാണുമല്ലോ, പോയി റെസ്റ്റ് എടുക്കും. ഉം. എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട്. ഇവിടെ അടുത്തുള്ള സ്കൂളിലെ വാർഷികത്തിന് ചീഫ് ഗസ്റ്റാ. ഉം, ഉം. പൊയ്ക്കോടി പൊയ്ക്കോ. യുദ്ധം ജയിക്കാൻ ഏറ്റവും മൂർച്ചയുള്ള ആയുധം ശത്രുവിന്റെ മനസ്സിലെ ഭയമാണ്. അതാണ് എനിക്കും ഇപ്പൊ ആവശ്യം. മൂന്നെണ്ണത്തിന്റെയും മനസ്സില് ഇനി ഈ വിലാസിനി ഭൂലോക രഹസ്യം ചുമക്കുന്ന ഭൂതത്താന. അവസരം വരുമ്പോ ഞാൻ അതടുത്തങ്ങ് പ്രയോഗിക്കും. അന്നാ ഇവിടെ ഒരു ബോംബ് പൊട്ടാൻ പോകുന്ന. ഈ തൃച്ചംബരത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു ഹൈഡ്രജൻ ബോംബ്. ഭൂ! ആന്റി ആന്റി എന്തൊക്കെയാ പറയുന്നത്? കല്യാണിയെ ആനന്ദിട്ടൻ കല്യാണം കഴിച്ചെന്നോ? ഏയ്, അതൊരു കല്യാണമൊന്നുമല്ല. ദേ, നീ വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതിരിക്കെ. കല്യാണം നടക്കാൻ സമ്മതിക്കില്ല, ഈ പ്രോജക്റ്റ് തന്നെ മുടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആനന്ദിട്ടനോട്ട് കല്യാണിയുടെ കല്യാണം നടത്തിട്ട് വന്നേക്കുന്നു. ഛേ! ഹ, എന്ന് പറഞ്ഞ കല്യാണിയുടെ കഴുത്തില് രാജീവല്ലാതെ വേറെ ആരും തമാശയ്ക്കാണെങ്കിൽ പോലും താലി കെട്ടാൻ പാടില്ലെന്നല്ലേ അഖിലാണ്ടേശ്വരിയുടെ കൽപ്പന. അതവര് ലംഘിക്കൂന്ന് ഞാൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടല്ലേ ആ രാജീവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കല്യാണം മുടക്കാൻ ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ രാജീവിനെ മയക്കി ഒഴിവാക്കിയപ്പോ ആ സ്ഥാനത്ത് ആനന്ദ് വരുമെന്ന് ഞാൻ കരുതിയോ? ആ, എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞപ്പോ പിന്നെ വെറുതെ നോക്കി നിൽക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. ആ, ഞാനങ്ങ് നോക്കി നിന്നു, അത്ര തന്നെ. ആന്റി, ആ കല്യാണി ഭാഗ്യവതിയല്ലേ? അല്ലെങ്കിൽ ആനന്ദിട്ടന്റെ കൂടെ കല്യാണ പെണ്ണായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ഇത് അഖിലാന്റി അറിഞ്ഞ എന്താവെന്ന് മാത്രം ആലോചിച്ചാ മതി. അതിനി എന്താലോചിക്കാൻ? അന്ന് നവഗ്രഹ പൂജ നടന്നപ്പോ ആനന്ദിന്റെ അടുത്ത് അവളെ ഇരുന്നത് പോലും സഹിക്കാനാകാത്ത അഖിലാണ്ടേശ്വരി ഇന്ന് ആനന്ദ് കല്യാണിയെ താലി കെട്ടിയെന്നറിയുമ്പോ എന്തായിരിക്കും കഥ? ഇനിയിപ്പോ ഇത് അഖിലാന്റി അറിഞ്ഞ എന്താവെന്ന് മാത്രം ആലോചിച്ചാ മതി. അതിനി എന്താലോചിക്കാൻ? അന്ന് നവഗ്രഹ പൂജ നടന്നപ്പോ ആനന്ദിന്റെ അടുത്ത് അവളെ ഇരുന്നത് പോലും സഹിക്കാനാകാത്ത അഖിലാണ്ടേശ്വരി ഇന്ന് ആനന്ദ് കല്യാണിയെ താലി കെട്ടിയെന്നറിയുമ്പോ എന്തായിരിക്കും കഥ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആന്റി പറയുന്നത് ശരിയാ. അഖിലാന്റി വിവരം അറിഞ്ഞാലേ തൃച്ചംബരത്ത് ചുഴലിക്കാറ്റ് വീശു. തകർന്ന അടിയുമല്ല, കൂട്ടത്തിൽ ആ കല്യാണിയുടെ കാര്യം പോക്കാം. യെസ്, തകർന്നടിയുമെല്ലാം കല്യാണിയെ. പക്ഷെ ആ ചുഴലിക്കാറ്റ് എപ്പ വീശിയടിക്കണോന്ന് ഇനി തീരുമാനിക്കുന്നയാൾ ഇപ്പൊ ഞാനാ. അതെങ്ങനെ? എടി, ജീവിതത്തിൽ എന്തുണ്ടായാലും ഒന്നും ഒളിക്കാതെ പറയാറുള്ള ആനന്ദ് ഇക്കാര്യം മാത്രം അമ്മയിൽ നിന്നും ഒളിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഞാൻ നേരിട്ട് ചെന്ന അഖിലാണ്ടേശ്വരിയെ ഇത് അറിയിച്ചാലോ? അപ്പോഴല്ലേ തൃച്ചംബരത്ത് ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നത്. സംഹാര താണ്ഡവം നടത്തി എല്ലാം തകർക്കാൻ വേണ്ടി. അത് ശരിയാ. എന്നാ ആന്റി പെട്ടെന്ന് ചെന്ന് അഖിലാന്റിയോട് ഈ രഹസ്യങ്ങളങ്ങ് പറയൂ. കല്യാണി ചിന്നി ചിതർന്നത് ഞാൻ കാണട്ടെ. ഏയ്, അങ്ങനെ ഉടൻ ധൃതിയൊന്നും വെക്കരുത് നമ്മൾ. ഇനിയും ഉണ്ട് ചില ദിവസങ്ങൾ. നമുക്കാവശ്യം ആ കല്യാണിയുടെ കല്യാണം മുടങ്ങല്. അത് കണ്ട് നാട്ടുകാരുടെ മുന്നിൽ അഖിലാണ്ടേശ്വരി അപമാനം കൊണ്ട് തല കുനിച്ച് നിൽക്കണം.
അതിനായി ഞാൻ ഇറക്കി കളിക്കാൻ വെച്ചിരിക്കുന്ന ട്രംപ് കാർഡാണ് ഈ കല്യാണം. മനസ്സിലായില്ലേ? തുറുപ്പ് ചീട്ട്. നടന്ന കല്യാണത്തിന്റെ CD-യുടെ ഒരു കോപ്പി സംഘടിപ്പിച്ച് ഞാൻ എന്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ തൃച്ചംബരത്ത് വിലാസിനി ഇനി കളിക്കാൻ പോകുന്നത് അത് വെച്ചിട്ടാ. എന്റെ നാളത്തെ വജ്രായുധം. അഖിലാണ്ടേശ്വരിയുടെ കണ്ണിൽ നിന്നും ചോരയും നെഞ്ചിൽ നിന്നും പ്രാണനും പുറത്തു ചാടുന്നത് ഇനി നീ കാണും. അതിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, വെറും മണിക്കൂറുകൾ മാത്രം.